Hi friends, welcome to Simis Nadan Kitchen and you're watching Simis Nadan Kitchen with Simi. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ പീച്ചിങ്ങ ഫ്രൈ ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/4 കിലോ ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ ടൈപ്പ് ചെമ്മീനാണ് മേടിച്ചേക്കുന്നത്. വലിയ ടൈപ്പ് ചെമ്മീൻ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ നടുവ് ഭാഗത്ത് ഒരു നാര് പോലത്തെ ഒരു സംഭവമുണ്ട്. അതെടുത്ത് കളയണം. അത് കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നമുക്കിവിടെ കാണാം ഒരു ചെറിയൊരു ബ്ലാക്ക് കളറിലെ ലൈൻ പോലെ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇവിടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. നടുഭാഗത്ത് പൊട്ടിക്കുമ്പോൾ ഈ കറുത്ത ഇത് കാണാൻ പറ്റും. എന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മൾ വലിച്ചിങ്ങ് ഊരിയെടുക്കുക. ഇത് കണ്ടോ, ഈ സാധനത്തിനെ നമ്മളൊന്ന് ഊരിയെടുക്കണം. അപ്പോൾ അതങ്ങ് ഊരിപ്പോരും. ഇതിങ്ങനെ ഊരിപ്പോരും. ഇത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന ഉണ്ടാകാനോ വയറിന് എന്തെങ്കിലും അസുഖമൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വലിയ ചെമ്മീനാകുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്തുള്ള ആ നാര് എടുത്ത് കളയണം. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ചെറിയ ചെമ്മീൻ ഉണ്ടല്ലോ, അതിൻ്റെ കളയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത്രയും വലിയ ചെമ്മീനൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ നടുവിലുള്ള ഈ കറുത്ത ആ ഞരമ്പ് പോലത്തെ സാധനം കളയാം. അപ്പോൾ ഫുൾ കീറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇതിന്ന് ഇങ്ങോട്ട് എടുത്താൽ മതി. ഇത് അപ്പോൾ ഇതുപോലെ ഇങ്ങ് പോരും. ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആ നാര് ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാനിതിപ്പോൾ കുറച്ച് വലിയ ചെമ്മീനാണിത്. അപ്പം ഇപ്പം നമ്മളുണ്ടാക്കുന്ന ചെമ്മീൻ പീച്ചിങ്ങ കറിക്ക് ഇത്രയും വലിയ ചെമ്മീൻ വേണ്ട. നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ കുഞ്ഞു ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് വലിയ ചെമ്മീനായതുകൊണ്ട് ഇതിനെ ഞാൻ മുറിച്ചിട്ടാണ് ഇടുന്നത്. അപ്പം ഞാനിത് 3 പീസായിട്ട് മുറിക്കണത്. ഇതുപോലെ ചെറിയ പീസായിട്ടാണ് ഇടുന്നത്. ഇനി അങ്ങനെ മുറിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വലുതായിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് ഇടാം. അപ്പോൾ ചെമ്മീൻ ചെറിയ ചെറിയ പീസസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുറിച്ചപ്പോൾ നല്ല ക്വാണ്ടിറ്റി ഒരുപാടായിട്ടുണ്ട്. ഇപ്പം കേട്ടോ, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇപ്പോൾ ഇത്. ഇനി വേണ്ടത് പീച്ചിങ്ങയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇതിന് പീച്ചിങ്ങ എന്നാണ് പറയണത്. ഇനി ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും ഇത് പറയണത്. പക്ഷെ അത്യാവശ്യം വലിയ പീച്ചിങ്ങയാണിത്. ഇത് കാണുമ്പോൾ നമുക്ക് വലുതാണെന്ന് തോന്നുവാണെങ്കിലും ഇത് വെന്ത് കഴിയുമ്പോൾ ഇച്ചിരി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വൃത്തിയാക്കി എടുക്കണം. അതുമേ ഇതിൻ്റെ ഈ മുകൾ വശത്തെ ഇത് മുറിച്ച് കളയാം. എന്നിട്ട് ഈ മുള്ളു പോലെയുള്ള ഈ ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഒരു മുള്ളു പോലത്തെ ഒരു പോർഷനാണത്. അപ്പോൾ ഇത് ചെത്തിക്കളയാം. അത് മാത്രം കളഞ്ഞാൽ മതി, തൊലിയൊന്നും കളയണ്ട. പിന്നെ പീച്ചിങ്ങ നല്ല പിഞ്ചായിരിക്കണം. ഇതുപോലെ ഇങ്ങനെ ചെത്തി കളയാം. അത് കുറച്ച് കട്ടി കൂടുതലാണ്, അതുകൊണ്ടാണ് അതങ്ങനെ ചെത്തിക്കളയണത് ആ ഭാഗം. ഞാനിൻ്റെ ആ കട്ടിയുള്ള ആ ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു മുള്ളു പോലെ നിന്നിരുന്നല്ലോ, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ വശവും കളഞ്ഞു, ഈ 2 വശവും ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മുറിക്കുന്നതെന്ന് നോക്കാം. ഇതുപോലെ വട്ടത്തിൽ മുറിക്കാം. ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് ഇതിനെ ഇങ്ങനെ നെടുകെ ഒന്ന് 2ആയിട്ട് കീറുക. എന്നിട്ട് ഇതിങ്ങനെ കുറച്ച് വലിയ പീസായിട്ട് കിടന്നോട്ടെ, ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വലിയതായിട്ട് മുറിച്ചിരുന്നത്. ഇത്രയും വലിപ്പമുള്ള പീസായിട്ട് മുറിക്കുക. അരിയുമ്പോൾ നീളത്തിൽ വേണം അരിയാനായിട്ട്. ഇത് 2ആയിട്ട് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ നീളത്തിലിങ്ങനെ ഇടാം. ഇപ്പോൾ ഞാൻ പീച്ചിങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ പീസസായിട്ട് മുറിച്ചേക്കുന്നതാണ്. പിന്നെ ഇത് കഴുകിയിട്ട് വേണം ഇത് അരിയാനായിട്ട്. അരിഞ്ഞിട്ട് കഴുകരുത്. അരിഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെള്ളം പിടിക്കും. ആദ്യമേ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ചെമ്മീൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇത് ചെമ്മീൻ നെഗക്കേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് ഒഴിക്കണ്ട. ചെമ്മീൻ വേകാൻ അധികം സമയമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു പച്ചമുളക് കീറിയിടാം അതിനകത്തേക്ക്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റണ്ട, 5 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. 5 മിനിറ്റ് വേകുമ്പോഴത്തേക്ക് ചെമ്മീനൊരു ഹാഫ് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത് അത്ര സമയം ഒന്ന് വേകട്ടെ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ചെമ്മീനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി, ഫുള്ളായിട്ട് വറ്റിയിട്ടില്ല, കുറച്ച് വെള്ളമുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ പീച്ചിങ്ങ ഇറക്കാം. അപ്പോൾ പീച്ചിങ്ങ ഇടുമ്പോൾ ഒത്തിരി ആയിപ്പോന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊന്ന് ചുങ്ങിപ്പോകുന്നത്. ഇത് വെന്ത് കഴിയുമ്പോൾ ഇച്ചിരിയേ ഉണ്ടാവത്തുള്ളൂ. പീച്ചിങ്ങയും കൂടി ഇട്ട ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പോൾ പീച്ചിങ്ങയ്ക്ക് അധികം വേവില്ല, അതുകൊണ്ടാണ് പീച്ചിങ്ങ നമ്മൾ പിന്നീട് ചേർക്കുന്നത്. ഇത് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ അതാ ആ പീച്ചിങ്ങയൊക്കെ നന്നായിട്ട് ചുരുങ്ങി. ഇപ്പോൾ അതിനകത്ത് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പീച്ചിങ്ങയുടെ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഞാനത് വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെമ്മീനിലെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഒരു കുറച്ച് വെള്ളം കാണുന്നുണ്ട്. അതിപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് ബാക്കിയും കൂടെ ഫുൾ വെള്ളം വറ്റിക്കോളും. ഇനിയിപ്പോൾ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരു 5-6 ഉള്ളി വേണം, അതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കാൻ വെക്കണം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം ഒഴിക്കാനായിട്ട്, വേറെ വെജിറ്റബിൾ ഓയിലൊന്നും ഒഴിക്കരുത്. ഇതിലേക്ക് ചതച്ച ഉള്ളി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി. അപ്പോൾ ഈ ചതച്ചമുളകൊക്കെ ചേർക്കുമ്പോൾ എരിവിനനുസരിച്ചിട്ടുക. ചേർക്കേണ്ട കുറച്ച് കറിവേപ്പിലയാണ്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഞെരടിയിട്ടിടുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ചെമ്മീൻ ഇടാം. ചെമ്മീൻ കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സ്റ്റവ് ഓഫ് ചെയ്യാം. ചെമ്മീൻ പീച്ചിങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.